ഇന്നത്തെ ഉച്ചയ്ക്കത്തേനുള്ള ഊണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പരിപ്പ് കുതിർത്ത് വെച്ചായിരുന്നു. പരിപ്പും ആദ്യം വേവിച്ചു, അതിനകത്തോട്ട് കഷ്ണം ഇട്ടു, സാമ്പാർ പൊടി, കായം, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ഇട്ട് വേവിച്ചു. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് കടുകിട്ട്, ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടു, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ടു, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടു. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും ഇട്ടു. ഞാൻ മുരിങ്ങാക്കോല് സെപ്പറേറ്റാണ് വേവിച്ചത്. അതും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി സാമ്പാർ റെഡിയായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഏത്തയ്ക്ക കൂമ്പ് ആയിരുന്നു എഴുതുക, കൂമ്പ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞു. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരമുറി തേങ്ങ എടുത്തു, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതെല്ലാം കൂടി ചതച്ചു. അതൊരു സൈഡിൽ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കുക്കറിനകത്ത്. പിന്നെ ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടിയിട്ടു. ഒന്ന് വഴറ്റിയതിന് ശേഷം കൂമ്പ് അരിഞ്ഞതും കൂടെ അതിനകത്തോട്ടിട്ട് എല്ലാം കൂടെ ഇളക്കി, നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. ആവശ്യത്തിന് ഉപ്പിട്ടു, എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി എടുത്തു, അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടു, 2 സ്പൂണ് കാശ്മീരി പൗഡർ ഇട്ടു, 2 കുടംപുളി ഇട്ടു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് തിളച്ചതിന് ശേഷം മീനും കൂടിയിട്ട് അടച്ച് വെച്ചു. ആവശ്യത്തിന് വെള്ളം കൂടെ, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു, പിന്നെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. മീൻ നന്നായിട്ട് വറ്റി കുറുകി വന്നു. അതിനുശേഷം നമുക്ക് ചോറ് വിളമ്പാം. കുറച്ച് ചോറെടുത്തു, കൂമ്പ് തോരൻ, സാമ്പാർ, മീൻകറി. ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിഭവങ്ങൾ.